Hi dears. അപ്പോൾ നമുക്ക് ഇന്നൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ് ചെയ്തു നോക്കാനുള്ളത്. നമുക്കിന്ന് ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്യാൻ പഠിക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചു നിർത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഓർത്തെടുക്കണം. ഓക്കെ, എന്തൊക്കെയായിരുന്നു ലാസ്റ്റ് ഡേ പഠിച്ചത്? ഇലക്ട്രിസിറ്റി കമ്പനിയുടെ അക്കൗണ്ട്സ്, അതേപോലെ തന്നെ ഏതൊക്കെയായിരുന്നു അതിൻ്റെ ഫിനാൻഷ്യൽ പ്രൊവിഷൻസ്, ക്ലിയർ പ്രോഫിറ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ, ക്യാപിറ്റൽ ബേസ്, റീസണബിൾ റിട്ടേൺ, സർപ്ലസ്, ദെൻ സർപ്ലസ് കിട്ടിയ ഡിസ്പോസൽ ഓഫ് സർപ്ലസ്. ഡിസ്പോസൽ ഓഫ് സർപ്ലസ് നമ്മൾ നന്നായിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ നമുക്കത് ഏത് രീതിയിൽ സർപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യണം എന്ന് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം നമുക്കിന്ന് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. Following balances relate to an electricity company and pertain to its account for the year ended 31st March 2012. Okay. അപ്പോൾ അക്കൗണ്ട് ബാലൻസസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ അക്കൗണ്ട് ബാലൻസസ് എന്ന്. ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ഫണ്ട്, ദെൻ contingencies reserve, loan from state electricity board, 11% debentures, development reserve, fixed asset, depreciation reserve on fixed asset, consumers deposits, amount contributed by consumers toward fixed assets, intangible assets, tariff and dividend control reserve, current assets, monthly average. Okay, അപ്പോൾ ഇത്രയും അക്കൗണ്ട് ബാലൻസസ് ആണ് തന്നിരിക്കുന്നത്. എമൗണ്ടുകൾ തന്നിരിക്കുന്നത് എല്ലാ ലാക്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇത് അക്കൗണ്ട് ബാലൻസസ് മാത്രമാണ്. ഇത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ദ കമ്പനി ഏൺഡ് എ പോസ്റ്റ് ടാക്സ് ക്ലിയർ പ്രോഫിറ്റ് ഓഫ് ₹9 lakh. ഓക്കെ, അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്? ക്ലിയർ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ക്ലിയർ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. Show how the profit of the company will be dealt with under the provisions of the Electricity Act, assuming that the bank rate during the year was 8%. Okay. അപ്പം നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കുക. നോക്കി, ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹൗ ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി വിൽ ബി ഡെൽറ്റ് വിത്ത് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ നമ്മൾ പഠിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് അനുസരിച്ച് ഏത് രീതിയിലാണ് ആ പ്രോഫിറ്റിനെ ഡീൽ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ബാങ്ക് റേറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. 8% ബാങ്ക് റേറ്റ്. ഓക്കെ, എന്തിനായിരുന്നു ബാങ്ക് റേറ്റ് തന്നിരിക്കുന്നത്? ബാങ്ക് റേറ്റ് നമ്മൾ ഏത് ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ബാങ്ക് റേറ്റ് എടുക്കുന്നത്? റീസണബിൾ റിട്ടേൺ അല്ലേ. റീസണബിൾ റിട്ടേണിലെ ഫസ്റ്റ് ഐറ്റം തന്നെയായിരുന്നു ഇത് എ ഈൽഡ് അറ്റ് എ സ്റ്റാൻഡേർഡ് റേറ്റ് ഓൺ ക്യാപിറ്റൽ ബേസ് അല്ലെ. ക്യാപിറ്റൽ ബേസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യായിരുന്നു റീസണബിൾ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്ന ടൈമിൽ അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് പ്ലസ് 2%. 2% എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് ആയിരുന്നു. അപ്പോൾ ബാങ്ക് റേറ്റ് അതിന് വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. റീസണബിൾ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്ക് റേറ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസും എന്ത് ചെയ്യാം? ഓരോ ഐറ്റംസും ഐഡൻറ്റിഫൈ ചെയ്യാം. അത് ഏത് ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് കമ്പ്യൂട്ട് ചെയ്യുന്നിടത്താണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമല്ലേ. അപ്പം നോക്കാം. ഫസ്റ്റ് വൺ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ 100 lakhs. ഓക്കെ, 1 crore തന്നിട്ടുണ്ട്. നമുക്കത് എവിടെ ഏത് ഐറ്റം കമ്പ്യൂട്ട് ചെയ്യുന്ന എടുക്കണം? ക്യാപിറ്റൽ ബേസ്, അതോ റീസണബിൾ റിട്ടേൺ, ദെൻ എന്താണ് ക്ലിയർ പ്രോഫിറ്റ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്നും കമ്പ്യൂട്ട് ചെയ്യുന്നതിൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ എടുക്കുന്നില്ല. അതുകൊണ്ട് ഷെയർ ക്യാപിറ്റൽ അവിടെ വിട്ടേരെ. നമുക്ക് എന്താണ് ഇപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഇതിനകത്ത് ആകെ നമുക്ക് എങ്ങനെ പ്രോഫിറ്റിനെ ഡീൽ ചെയ്യുന്നത് മാത്രം ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ക്യാപിറ്റൽ ബേസും, സപ്പോസ് ക്ലിയർ പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ക്ലിയർ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യണമായിരുന്നു. ദെൻ ക്യാപിറ്റൽ ബേസ്, ദെൻ റീസണബിൾ റിട്ടേൺ ഒക്കെയാണ് നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത ഐറ്റം റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ 5% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അറ്റ് പാർ. ഇവിടെ റിസർവ് ഫണ്ട് എന്നേ പറയുന്നുള്ളൂ, അതല്ലാതെ ഇത് ഏത് റിസർവ് ഫണ്ടാന്ന് പറയുന്നില്ല. ഓക്കെ, റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ 5% ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അറ്റ് പാർ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ക്യാപിറ്റൽ ബേസിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യാത്ത ഒരു റിസർവ് ഫണ്ടാണ്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്, 5% ഇൻകം കിട്ടുന്നുണ്ട്. അപ്പം നമുക്കറിയാം റീസണബിൾ റിട്ടേൺ കാണുന്നതിലാണ് എന്ത് അങ്ങനെ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാപിറ്റൽ ബേസ്. ക്യാപിറ്റൽ ബേസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏത് ഇൻകം നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? റീസണബിൾ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നിടത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 60 ലക്ഷത്തിൻ്റെ 5% 3 lakh റീസണബിൾ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നിടത്ത് എടുത്തൂടെ? ഇതാണ് RR എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. റീസണബിൾ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നിടത്താണ് ഇത് എടുക്കേണ്ടത്.
Then contingencies reserve invested in 6% state government loans. Okay, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് അഗെയിൻസ്റ്റ് കണ്ടിജൻസി റിസർവ് ഉണ്ടെങ്കിൽ നമുക്കൊരു 20 ലാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ എടുക്കണം? ക്യാപിറ്റൽ ബേസ് കമ്പ്യൂട്ട് ചെയ്യുന്നതിൽ എടുക്കേണ്ട ഐറ്റമാണ്. ഓക്കെ, അതാണ് CB ക്യാപിറ്റൽ ബേസ്. Then loan from state electricity board. Loan from state electricity board. നമുക്കറിയാം അത് 2 സ്ഥലത്ത് കാണിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ട ക്യാപിറ്റൽ ബേസ് ഒക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഏതൊക്കെ ഐറ്റംസ് ആണ് എന്ന് പഠിച്ചു വെച്ചാലാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സപ്പോസ് അത് പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമുക്കൊരു 2-3 പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോ ഐറ്റംസ് മനസ്സിലാക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കുക, ലോൺ ഫ്രം സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് 2 ഇടത്ത് കാണിക്കാനുണ്ട്. ക്യാപിറ്റൽ ബേസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് കാണിക്കാനുണ്ട്. അതേപോലെ തന്നെ റീസണബിൾ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഓർക്കുന്നുണ്ടോ, 1/2% എടുക്കാം. ഓക്കെ, അതായത് 0.50%. അപ്പോൾ ക്യാപിറ്റൽ ബേസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാണിക്കണം, റീസണബിൾ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 0.50% എടുക്കാം, അതായത് 30 ലാക്കിൻ്റെ 0.50%. ഓക്കെ, ദെൻ 11% ഡിബഞ്ചേഴ്സ് 8 ലാക്ക് തന്നിട്ടുണ്ട്. അതും എന്ത് ചെയ്യേണ്ടതാണ്? ക്യാപിറ്റൽ ബേസിൽ കുറച്ച് കാണിക്കേണ്ടതാണ്. അതേപോലെ തന്നെ റീസണബിൾ റിട്ടേണിൽ 0.50% കാണിക്കേണ്ടതാണ്. ഓക്കെ, ഡെവലപ്മെന്റ് റിസർവ് 10 ലാക്ക്, അതും എന്ത് ചെയ്യണം? ഈ പറയുന്ന ലോൺ ഫ്രം സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 11% ഡിബഞ്ചേഴ്സ് ഡെവലപ്മെന്റ് റിസർവും എങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്? ക്യാപിറ്റൽ ബേസിൽ കുറച്ച് കാണിക്കണം, ദെൻ റീസണബിൾ റിട്ടേണിൽ 0.50% കാണിക്കണം. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു പോകുമല്ലോ, ഇപ്പം തന്നെ പഠിച്ചു പോകാം. ഇതൊക്കെ ഡെറ്റ് ഫണ്ടുകളാണ് അല്ലേ? ഇതൊക്കെ ഡെറ്റ് ഫണ്ടുകളാണ്. നമുക്ക് എന്ത് ചെയ്യണം? ലയബിലിറ്റി ബേസ്ഡ് ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ബേസ് കുറച്ച് കാണിക്കാനുള്ളതുമാണ്. ദെൻ ഇതിൽ നിന്നൊക്കെ എന്താണ്, ഇതിൻ്റെയൊക്കെ സർട്ടൻ 0.50% നമുക്ക് റീസണബിൾ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നിടത്തും എടുക്കണം. ഓക്കെ, ദെൻ അടുത്ത് നോക്കി, ഫിക്സഡ് അസറ്റ്സ്. ക്യാപിറ്റൽ ബേസിൽ ആഡ് ചെയ്ത് കാണിക്കേണ്ട ഐറ്റം ആണ്, മനസ്സിലാക്കാമല്ലോ. 200 ലാക്ക് 2 crore തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ബേസിൽ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യുന്നിടത്ത് എടുക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം, നമ്മൾ അതിൻ്റെ ഫോമാറ്റ് പഠിച്ചപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റിൽ നിന്നും നമ്മളൊരു എമൗണ്ട് കുറച്ച് കാണിക്കുമായിരുന്നു. ഏതായിരുന്നു? എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ കൺസ്യൂമേഴ്സ് അല്ലേ? ഫിക്സഡ് അസറ്റ്സിലേക്ക് എന്തെങ്കിലും എമൗണ്ട് കൺസ്യൂമേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഫിക്സഡ് അസറ്റ്സിൻ്റെ വാല്യൂവിൽ നിന്നും കുറച്ച് കാണിക്കണം. ഓക്കെ, അതിവിടെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ കൺസ്യൂമേഴ്സ് ടുവേർഡ് ഫിക്സഡ് അസറ്റ്സ് 2 ലാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 2 crore നിന്നും 2 ലാക്ക് കുറച്ച് 1.98 crore വേണം എന്ത് ചെയ്യാൻ? ക്യാപിറ്റൽ ബേസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എടുക്കാൻ. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ റിസർവ് ഓൺ ഫിക്സഡ് അസറ്റ്. ഡിപ്രീസിയേഷൻ റിസർവ് നമുക്കറിയാം, ഇത് ചാർജ് അഗെയിൻസ്റ്റ് ഫിക്സഡ് അസറ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ബേസിൽ ഫിക്സഡ് അസറ്റ് ആഡ് ചെയ്ത് കാണിച്ചുവെങ്കിൽ ഡിപ്രീസിയേഷൻ റിസർവ് എന്ന് പറയുന്നത് കുറച്ച് കാണിക്കേണ്ട. അപ്പോൾ ഓക്കെ, നോക്കിക്കേ, ക്യാപിറ്റൽ ബേസിൽ ലെസ് ചെയ്യേണ്ട ഐറ്റം ആണ് ഡിപ്രീസിയേഷൻ റിസർവ്. ഓക്കെ, ദെൻ കൺസ്യൂമേഴ്സ് ഡെപ്പോസിറ്റ് 75 ലാക്ക് തന്നിട്ടുണ്ട്. അതും എന്ത് ചെയ്യണം? നമ്മുടെ ക്യാപിറ്റൽ ബേസിൽ കുറച്ച് കാണിക്കേണ്ട ഐറ്റാണ്. ഓക്കെ, ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ് 5 ലാക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഫിക്സഡ് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വർക്ക് ഇൻ പ്രോഗ്രസ്, പിന്നെ ഏതാണ്? കറണ്ട് അസറ്റ്സ്. അതെല്ലാം എവിടെ എടുക്കേണ്ടതാണ്? ക്യാപിറ്റൽ ബേസിൽ ആഡ് ചെയ്ത് കാണിക്കേണ്ട ഐറ്റമാണ് അല്ലേ? അപ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് 5 ലാക്ക് ക്യാപിറ്റൽ ബേസിൽ ആഡ് ചെയ്ത് കാണിക്കണം. ദെൻ താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ് എന്ത് ചെയ്യണം? അത് ക്യാപിറ്റൽ ബേസിൽ ലെസ് ചെയ്ത് കാണിക്കേണ്ട ഐറ്റമാണ്. ദെൻ കറണ്ട് അസറ്റ്സ് മന്ത്ലി ആവറേജ് ഇവിടെ ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, കറണ്ട് അസറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് സ്റ്റോഴ്സോ അല്ലെങ്കിൽ മെറ്റീരിയൽസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെയൊക്കെ മന്ത്ലി ആവറേജ് 1/12 വേണം എടുക്കാൻ. ഓക്കെ, അതിവിടെ ഡയറക്റ്റ് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ 20 ലാക്ക് ക്യാപിറ്റൽ ബേസ് കമ്പ്യൂട്ട് ചെയ്യുന്നിടത്ത് ക്യാപിറ്റൽ ബേസിൽ ആഡ് ചെയ്ത് കാണിക്കേണ്ട ഐറ്റമാണ് ഇത്, കറണ്ട് അസറ്റ്സ് മന്ത്ലി ആവറേജ്. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസ് നമുക്ക് ഏതൊക്കെയാണ് എവിടേക്കാണ് എടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എപ്പോഴും ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തിയറി പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി അല്ലേ? നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ഫസ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ബേസ്. ഓക്കെ, നോക്കുക, ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ലെസ് എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ കൺസ്യൂമേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ? ഫസ്റ്റ് ഐറ്റം തന്നെ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചോ? ഇനി അത് പഠിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സമയം കണ്ടെത്തേണ്ട, ഇപ്പം തന്നെ പഠിക്കുക. ഫിക്സ്ഡ് അസറ്റിൽ നിന്നും കൺസ്യൂമേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് ക്യാപിറ്റൽ ബേസിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത്, 1.98 crore. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഫിക്സ്ഡ് അസറ്റ് കഴിഞ്ഞ് അടുത്തത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് മാത്രം നോക്കി 5 ലാക്ക്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അഗെയിൻ കണ്ടിജൻസി റിസർവ് 20 ലാക്ക്. ദെൻ മന്ത്ലി ആവറേജ് ഓഫ് കറണ്ട് അസറ്റ്സ് 20 ലാക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് എവിടെയുള്ളത്? ഈ പറയുന്ന ക്യാപിറ്റൽ ബേസിൽ ഇവിടെ ആഡ് ചെയ്ത് കാണിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പഠിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന ഈ ഐറ്റംസ് പഠിച്ച ക്യാപിറ്റൽ ബേസിൻ്റെ കമ്പ്യൂട്ടേഷൻ പഠിക്കുകയല്ലേ? അപ്പോൾ നോക്കുക, ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്
എത്രയാണ് 2,43 lakh ആണ് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ലെസ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിരുന്നു. നോക്കുക ഏതൊക്കെയാണ്. എമൗണ്ട് റിട്ടേൺ ഓഫ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മൾ 80 lakh എന്ത് ചെയ്യണം, ലെസ് ചെയ്യേണ്ട ആയിട്ടാണ്. ദെൻ ലോൺ ഫ്രം സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 30 lakh, ദെൻ 11% ഡിബഞ്ചേഴ്സ് 8 lakh, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓഫ് കസ്റ്റമേഴ്സ് 75 lakh, ബാലൻസ് ഓഫ് താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ് 6 lakh, ദെൻ ബാലൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് റിസർവ് 10 lakh. അപ്പോൾ ഇത്ര ഐറ്റംസ് എന്ത് ചെയ്യണം, ഇത്ര ഐറ്റംസ് ലെസ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ക്യാപിറ്റൽ ബേസ്, അതായത് 34 lakh. ഓക്കെ, അപ്പോൾ 34 ലക്ഷം നമ്മൾ ക്യാപിറ്റൽ ബേസ് കമ്പ്യൂട്ട് ചെയ്തു. അപ്പോൾ ക്ലിയർ പ്രോഫിറ്റിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ക്ലിയർ പ്രോഫിറ്റ് ഐറ്റംസ് തന്നിട്ടുണ്ടാവും, അതേപോലെ ക്ലിയർ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ക്ലിയർ പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ അത് അതിൻ്റെ ഐറ്റംസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ക്യാപിറ്റൽ ബേസ് കമ്പ്യൂട്ട് ചെയ്യണം. കാരണം റീസണബിൾ റിട്ടേൺ ക്യാപിറ്റൽ ബേസിനെയും ബേസ് ചെയ്ത് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഐറ്റം ആയതുകൊണ്ട് അതിൻ്റെ ഓർഡറിൽ തന്നെ കമ്പ്യൂട്ട് ചെയ്ത് പോകണം. ഓക്കെ, ഇപ്പോൾ 34 lakh ആണ് ഇവിടെ ക്യാപിറ്റൽ ബേസ്. അപ്പോൾ എടുത്ത് നോക്കുക എന്താണ് അടുത്ത റീസണബിൾ റിട്ടേൺ. ഇവിടെ നോക്കുക ഇത്ര ഐറ്റംസ് ആണ് എല്ലാ ക്വസ്റ്റിനും തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ തന്നെ പഠിച്ചേക്കാം നമുക്ക് അല്ലേ. ഫസ്റ്റ് ഐറ്റം yield at സ്റ്റാൻഡേർഡ് റേറ്റ് ഓൺ ക്യാപിറ്റൽ ബേസ് നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്തു. എത്രയാണ്, 34 lakh ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്, ബാങ്ക് റേറ്റ് പ്ലസ് 2% അല്ലേ. അപ്പോൾ 10% ഓൺ 34 lakh എന്ന് പറയുന്നത് 3,40,000. ഓക്കെ, ദെൻ ഇൻകം ഫ്രം റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 5% ഓൺ 60 lakh. കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എവിടെ ഉൾപ്പെടുത്താത്തതാണ്, ക്യാപിറ്റൽ ബേസിൻ്റെ കമ്പ്യൂട്ടേഷൻ എടുക്കാത്തതായിട്ടാണ്, അതുകൊണ്ടാണ് അതിനെ ഇവിടെ എടുത്തത്. ഓക്കെ, അപ്പോൾ എമൗണ്ട് എത്രയാണ്, 3 lakh. ദെൻ 1/2% ഓൺ ലോൺ ഫ്രം ഇലക്ട്രിസിറ്റി ബോർഡ് 15,000. അപ്പോൾ നമുക്കറിയാം ലോൺ ഫ്രം ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 30 lakh ആയിരുന്നു അല്ലേ. ആ 30 lakhൻ്റെ 0.50% എന്ന് പറയുന്നത് എത്രയാണ്, 15,000 ആണ്, 15,000. ദെൻ 1/2% ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു, ഡിബഞ്ചേഴ്സ് 8 lakh ആണ്. 8 lakhൻ്റെ 0.50% 4,000. ഓക്കെ, ദെൻ ഡെവലപ്മെൻറ്റ് റിസർവ് 10 lakh ആയിരുന്നു. 10 lakhൻ്റെ 0.50% 5,000. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസ് നമുക്ക് ഇപ്പോൾ തന്നെ പഠിക്കാവുന്നുള്ളൂ. റീസണബിൾ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നിടത്ത് ക്യാപിറ്റൽ ബേസിൽ സ്റ്റാൻഡേർഡ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യണം. അതേപോലെ ക്യാപിറ്റൽ ബേസിൽ കമ്പ്യൂട്ട് ചെയ്യാത്ത ഇൻകംസ് നമ്മൾ ഇവിടെ എടുക്കണം. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും കിട്ടിയിട്ടുള്ള ലോണിൻ്റെ 0.50%, ഡിബഞ്ചേഴ്സ്, ഡെവലപ്മെൻറ്റ് റിസർവ്. ഓക്കെ, ഇത്രയാണ് റീസണബിൾ റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കിട്ടിയ എമൗണ്ട് ആണ് എത്ര, 6,64,000. 6,64,000 രൂപയാണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി കമ്പനിക്ക് ഉണ്ടാക്കാവുന്ന ലാഭം. ഓക്കെ, ഇതിൽ കൂടുതൽ ലാഭം ഉണ്ടെങ്കിൽ, അതായത് ക്ലിയർ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, ഇത് മിനിമം റിട്ടേൺ ആണ്. ഇത് ഫിനാൻഷ്യൽ പ്രൊവിഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, കാരണം കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ക്ലിയർ പ്രോഫിറ്റ് നമ്മളിവിടെ ഓൾറെഡി കണ്ടതാണ്. എത്രയായിരുന്നു, 9 lakh അല്ലേ. 9 ലക്ഷം ക്ലിയർ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ, ക്ലിയർ പ്രോഫിറ്റ് 9 ലക്ഷവും, പക്ഷെ ഇവർക്ക് ആക്ച്വലി ഉണ്ടാക്കേണ്ടിയിരുന്ന ലാഭം 6,64,000 ആയിരുന്നു അല്ലേ. അപ്പോൾ 6,64,000 കൂടുതൽ നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, സർപ്ലസ് ഉണ്ടാകും. ഓക്കെ, സർപ്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ക്ലിയർ പ്രോഫിറ്റ് 9 lakh ആണ്. റീസണബിൾ റിട്ടേൺ എന്ന് പറയുന്നത് 6,64,000 ആണ്. അപ്പോൾ നമുക്കറിയാം കുറച്ച് കിട്ടുന്ന സർപ്ലസ് എന്ന് പറയുന്നത് എത്രയാണ്, സർപ്ലസ് ഇവിടെ 2,36,000 ആണ്. ഓക്കെ, അപ്പോൾ 2,36,000 കിട്ടി. ഇനി മറ്റൊരു തിയറി കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണമല്ലോ. സർപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് റീസണബിൾ റിട്ടേൺ, അതായത് ഇവിടെ 6,64,000ൻ്റെ 20% എത്രയാണ് നോക്കണം. ആ 20%-നേക്കാൾ കൂടുതലാണോ സർപ്ലസ് നോക്കണ്ടേ. കൂടുതലാണെങ്കിൽ, ഇനിയിപ്പോൾ സപ്പോസ് ഈ പറയുന്ന 20%-നേക്കാൾ കൂടുതലാണ് സർപ്ലസ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കൂടുതൽ വരുന്ന എമൗണ്ട് അല്ലെ, അധികം വന്നിരിക്കുന്ന എമൗണ്ട് കൺസ്യൂമേഴ്സിലേക്ക് റീഫണ്ട് ചെയ്യണ്ടേ. തിയറി നമ്മൾ പഠിച്ചതല്ലേ ഓൾറെഡി. അപ്പോൾ നോക്കുക, 6,64,000ൻ്റെ 20% എന്ന് പറയുന്നത് 1,32,800 ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് അവിടെ സർപ്ലസിനേക്കാൾ എന്താണ് 20% കുറവാണ്. അപ്പോൾ എക്സസ് വന്നിരിക്കുന്ന എമൗണ്ട്, അതായത് 2,36,000-ൽ നിന്നും 1,32,800 കുറച്ച് കിട്ടുന്ന ആ എമൗണ്ട് എന്ത് ചെയ്യണം, അതായത് 1,03,200 രൂപ കൺസ്യൂമേഴ്സിന് റീഫണ്ട് ചെയ്യണം.
വേണമല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 20%, അതായത് റീസണബിൾ റിട്ടേൺ 20% സർപ്ലസിനേക്കാൾ കുറവായതുകൊണ്ടാണ്. ഓക്കെ, സർപ്ലസിനേക്കാൾ കുറവായതുകൊണ്ടാണ് നമുക്ക് കൺസ്യൂമേഴ്സിലേക്ക് റീഫണ്ട് ചെയ്യാനുണ്ടായത്. ഓക്കെ, കൺസ്യൂമേഴ്സിലേക്ക് റീഫണ്ട് ചെയ്യാനുണ്ടായത്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇവിടെ എന്തുണ്ട്? അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനി അലോക്കേറ്റ് ചെയ്യാനുള്ള ഫണ്ട് 1,32,800 രൂപയാണ്. ഓക്കെ, ഇനി ഇങ്ങനത്തെ അല്ലാത്ത, അതായത് ഈ സാഹചര്യം അല്ലാത്ത ക്വസ്റ്റ്യൻസും വരാം. സപ്പോസ് ഈ പറയുന്ന റീസണബിൾ റിട്ടേണിൻ്റെ 20% എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ സർപ്ലസിനേക്കാൾ കൂടുതലാണെങ്കിലോ? സർപ്ലസിനേക്കാൾ കൂടുതൽ, ഇവിടെ കുറവായതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്താണ് കൺസ്യൂമേഴ്സിലേക്ക് റീഫണ്ട് ചെയ്യാൻ കിട്ടിയത് അല്ലേ. ഇനിയിപ്പോൾ ഈ കിട്ടിയ സർപ്ലസിനേക്കാൾ കൂടുതലാണ് നമ്മുടെ റീസണബിൾ റിട്ടേണിൻ്റെ 20% എങ്കിൽ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. കാരണം നമുക്ക് അവിടെ കൺസ്യൂമേഴ്സിലേക്ക് റീഫണ്ട് ചെയ്യാനൊന്നുമില്ല എന്ന് അപ്പം തന്നെ മനസ്സിലാക്കാം അല്ലേ. കൺസ്യൂമേഴ്സിലേക്ക് റീഫണ്ട് ചെയ്യാനൊന്നുമില്ല. ആ കിട്ടിയ സർപ്ലസ് എന്ത് ചെയ്യണം? നമുക്ക് നമ്മൾ സാധാരണ അലോക്കേഷൻ ഓഫ് സർപ്ലസ് പഠിച്ച പോലെ അലോക്കേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കുക, 1,03,200 നമ്മൾ കൺസ്യൂമേഴ്സിലേക്ക് റീഫണ്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അലോക്കേറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഇനി എത്രയുള്ളൂ? 1,32,800 രൂപ. ഓക്കെ, നമുക്കെന്നത് അലോക്കേറ്റ് ചെയ്തേക്കാം. അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/3 ഓഫ് ദി എക്സസ് ഓർ സർപ്ലസ്. നോക്കിക്കേ, ഇവിടെ 1,32,800 1/3 ആണോ അതോ റീസണബിൾ റിട്ടേൺ 6,64,000 5% ആണോ? വിച്ച് എവർ ഈസ് ലെസ് എടുക്കണം അല്ലേ. വിച്ച് എവർ ഈസ് ലെസ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 33,200 ആണ് ഇവിടെ ലീസ്റ്റ് എമൗണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് എടുക്കണം. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അറ്റ് ഡിസ്പോസൽ ഓഫ് കമ്പനി, കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആണ് ഇത്. ഇപ്പം തന്നെ പഠിക്കുക കേട്ടോ. 1/3 ഓഫ് ദി സർപ്ലസ്. ഇനി ഇവിടെ സർപ്ലസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ആണ്. ഓക്കെ, ഇനി അതല്ല, ഈ പറയുന്ന റീസണബിൾ റിട്ടേൺ 20% സർപ്ലസിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള, നമുക്ക് കൺസ്യൂമേഴ്സിലേക്ക് റീഫണ്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, ഇങ്ങനെ കുറച്ച് കാണിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ല. അപ്പോൾ സർപ്ലസ് തന്നെ എന്ത് ചെയ്യണം? ആ സർപ്ലസിൻ്റെ 1/3 ആയിരിക്കും ആ സാഹചര്യത്തിൽ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ എത്രയുള്ളൂ? 1,32,800 ഉള്ളൂ. അതിൻ്റെ 1/3 ആണോ? റീസണബിൾ റിട്ടേണിൻ്റെ 5% ആണോ? ലീസ്റ്റ് എടുത്തു. ആ ലീസ്റ്റ് ആർക്ക് കൊടുത്തേക്കുക? കമ്പനിക്ക് കൊടുത്തേക്കുക. ഓക്കെ, ദെൻ അലോക്കേഷൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 1/2 of balance of 20% of reasonable return credited to tariff and dividend control reserve. എന്ത് ചെയ്യണം? നമുക്കറിയാം, ഇപ്പോൾ 1,32,800 ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ 33,200 നമ്മൾ എന്ത് ചെയ്തു? കമ്പനിക്ക് കൊടുത്തു. ഇനി എത്രയുണ്ടോ? ഇനി എത്രയില്ല, 99,600 എങ്ങാണ്ടേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ആ 99,600ൻ്റെ പകുതി 50% താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 49,800. ഓക്കെ, അതായത് 1,32,800ൽ നിന്ന് 33,200 കുറച്ചതിന് ശേഷം കിട്ടുന്ന എമൗണ്ടിനെ പപ്പാതിയാക്കിയേക്കാം. ഓക്കെ, അതിൻ്റെ ഹാഫ് എടുത്തേക്കുക. അതിൻ്റെ ഹാഫ് എടുത്ത് താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലേക്ക് എടുക്കണം. ബാക്കി ഹാഫ് എടുത്ത്, ബാക്കി 50% എടുത്ത് കൺസ്യൂമേഴ്സ് ബെനിഫിറ്റ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തേക്കണം. കൺസ്യൂമേഴ്സ് ബെനിഫിറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൺസ്യൂമേഴ്സിലേക്ക് റീഫണ്ട് ചെയ്യുന്ന ഇത് തന്നെയാണ്. ഓക്കെ, കൺസ്യൂമേഴ്സിലേക്ക് കൊടുക്കേണ്ട ഐറ്റം തന്നെയാണ് ഇത് ബാക്കി പകുതി എന്ന് പറയുന്നത്. അപ്പോൾ 49,800 താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലേക്കും ബാക്കി വരുന്ന 49,800 കൺസ്യൂമേഴ്സ് ബെനിഫിറ്റ് അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള 33,200, 49,800 എവിടെയാണ്? താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ്, ബാക്കി കൺസ്യൂമേഴ്സ് ബെനിഫിറ്റ് അക്കൗണ്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഇനി നോക്കാം, ഇനി കൺസ്യൂമേഴ്സിന് അതേപോലെ കമ്പനിക്ക് താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവിലേക്ക് മൊത്തം എത്ര എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാനുണ്ട് നോക്കാം. നോക്കി, റീഫണ്ടബിൾ ടു കൺസ്യൂമേഴ്സ് നമുക്കറിയാം. ആദ്യമേ തന്നെ കൺസ്യൂമേഴ്സിലേക്ക് റീഫണ്ട് ചെയ്യാൻ നമ്മളൊരു എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, എത്രയാണെന്നു? 1,03,200. അപ്പോൾ 1,03,200 പ്ലസ് 49,800 ആർക്ക് അവകാശപ്പെട്ടതാണ്? കൺസ്യൂമേഴ്സിന്. ഓക്കെ, അത് കൺസ്യൂമേഴ്സ് ബെനിഫിറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് റീഫണ്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അതായത് ഇവിടെ എത്രയാണ്? 1,53,000. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ താരിഫ് ആൻഡ് ഡിവിഡൻഡ് കൺട്രോൾ റിസർവ്. അതിനകത്തേക്ക് എത്രയേ ഉള്ളൂ? നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വെച്ചാൽ 49,800. ദെൻ ഡിസ്പോസൽ അറ്റ് കമ്പനിക്ക് അവകാശപ്പെട്ടതെന്ന് പറയാൻ നമുക്കറിയാം, റീസണബിൾ റിട്ടേൺ കമ്പനിക്ക് അവകാശപ്പെട്ടതാണല്ലോ. റീസണബിൾ റിട്ടേണിനേക്കാൾ കൂടുതൽ വന്ന പോർഷൻ നമ്മൾ എന്ത് ചെയ്തു? ഈ രീതിയിൽ നമ്മൾ ഡിസ്പോസ് ചെയ്തു, അലോക്കേറ്റ് ചെയ്തു അല്ലേ. പക്ഷേ റീസണബിൾ റിട്ടേൺ ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇലക്ട്രിസിറ്റി കമ്പനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, 6,64,000 പ്ലസ് നമ്മൾ
ഇവിടെ അലോക്കേറ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആർക്ക് കിട്ടി? സർപ്ലസ് അലോക്കേറ്റ് ചെയ്തപ്പോൾ അതിലെ ചെറിയ എമൗണ്ട് ആർക്കും അവകാശമുണ്ട്? ഇലക്ട്രിസിറ്റി കമ്പനിക്ക് അവകാശമുണ്ട്. 33,200. ഓക്കെ, അപ്പോൾ 6,64,000 പ്ലസ് 33,200 6,97,200. ഓക്കെ, അത് കമ്പനിക്ക് വേണ്ടി ഡിസ്പോസ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്കൊരു പ്രോബ്ലം കിട്ടിയ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിനി ഈ ഞാനിവിടത്തേക്ക് മറ്റൊരു കേസ് പറഞ്ഞല്ലോ, അതായത് റീസണബിൾ റിട്ടേൺ 20%-നേക്കാൾ റീസണബിൾ റിട്ടേണിൻ്റെ 20%-നേക്കാൾ കൂടുതലാണ്. ഓക്കെ, സർപ്ലസിനേക്കാൾ കൂടുതലാണ് ആ 20% എങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയാണ് നിങ്ങളുടെ ഡൗട്ട് അങ്ങ് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു പ്രോബ്ലം കിട്ടിയാൽ ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് ആയോ എന്ന് നിങ്ങൾ കൂടി ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.